ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയെക്കുറിച്ച് ഗംഭീര റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടാണ് സിനിമ കാണാൻ പോയത് തന്നെ. അവസാനത്തെ 20 മിനിറ്റ് തീയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞാണ് സിനിമക്ക് കയറിയത്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും മോശമായിട്ട് അനുഭവപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ 20 മിനിറ്റും മമ്മൂട്ടിയുടെ ഈ പെർഫോമൻസുമാണ്. ഒട്ടും ഒരു കൺവിൻസിങ് അല്ലാത്ത രീതിയിലാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു കോമാളിത്തരം പോലെയാണ് എനിക്ക് തോന്നിയത് ഫിലിമിൽ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ലാസ്റ്റ് പോർഷൻസ്. സിനിമ പറയുകയാണെങ്കിൽ സിനിമ മൊത്തത്തിൽ ഒരു ആവറേജ് ആണ്. ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് ഉള്ളതിൽ ഭേദമായിട്ട് തോന്നിയത്. അത് ജസ്റ്റ് ഒരു വാച്ചബിൾ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അതിന്റെ സ്റ്റോറി പ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് നവാഗതനായ ഡിനു ഡെന്നീസ് ആണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ ഒരു ആവറേജ് ഡയറക്ഷൻ എന്ന് തന്നെ പറയാം. ഈ ഫിലിം ശരിക്കും ഇങ്ങനത്തെ മോഡൽ ഫിലിംസ് ഒരുപാട് ലെങ്ത് എടുത്ത് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ശരിക്കും ഒരു 2 മണിക്കൂറിലേക്ക് ചുരുക്കിയൊക്കെ കുറച്ച് ക്രിസ്പാക്കിയൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഫിലിം. പിന്നെ ഒരുപാട് സ്ലോ മോഷൻ സീനുകൾ വരുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ സ്ലോ മോഷനിൽ വരുന്ന ഒരു കാര്യം ചെയ്യാൻ ഒരു ആൾ പോകുമ്പോൾ അതിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ പോയിട്ട് അതിങ്ങനെ ഫാസ്റ്റ് പേസ് കട്ടായിട്ടൊക്കെ പോകണം. എന്നാലാണ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ ഫിലിം. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി ആസ് യൂഷ്വൽ ഓക്കെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. പുള്ളി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് സീൻ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, അതും നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള ഫൈറ്റ് ഒക്കെ തന്നെ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഒട്ടും മമ്മൂട്ടിക്ക് ഒട്ടും ചേരുന്നില്ല എന്ന് തന്നെ പറയാം. ആ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ മമ്മൂട്ടിയുടെ പെർഫോമൻസും ഒട്ടും സുഖമില്ല. നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മമ്മൂട്ടിന്ന് ഔട്ട് എടുക്കാൻ പറ്റുമായിരുന്നു ഈ റോളൊക്കെ. പക്ഷെ ഇതിൽ വൻ ഷോക്കായിട്ട് തന്നെ എടുത്തേക്കുന്നത്. ശരിക്കും ഒരു കോമഡി ആയിട്ട് തന്നെയാണ് തോന്നിയത് ആ ഒരു പെർഫോമൻസ്. പിന്നെ ഉള്ളത് ഗൗതം വാസുദേവ മേനോനാണ്. പുള്ളി പറഞ്ഞ പോലെ തന്നെ പുള്ളിക്ക് ഒരു ടൈലർ മെയ്ഡ് റോള് തന്നെയാണ് പോലീസിന്റെ. അത് പുള്ളി ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ, പുള്ളിയും ഓക്കെ ആയിരുന്നു. പിന്നെ ഹക്കീം ഷാ ആണ് ഉള്ളത്. പുള്ളി ഒരു ഗെയിമർ ആയിട്ടാണ്. ശരിക്കും ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഗെയിമർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു യൂത്ത് ആളെ കൊണ്ടുവരണമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ഏജ് വ്യത്യാസമൊക്കെ വന്ന് പിന്നെ പുള്ളിനെ ഗെയിമറായിട്ട് കാണിക്കുന്നത് ശരിക്കും മിസ്കാസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൽ ഷൈൻ ടോം ചാക്കോ, ജോമോൻ ജോതിർ, ബാബു ആന്റണി, അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞ അവസാനത്തെ 20 മിനിറ്റ് മമ്മൂട്ടിയുടെ ഗെയിം കാണാൻ പോയിട്ട് ഗെയിം ഓവർ ആയ അവസ്ഥയായിരുന്നു. ജസ്റ്റ് ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.